കുഴപ്പമുണ്ടായില്ല, നല്ല പടം വരുന്നു. ആവറേജ് കുഴപ്പമില്ല. കോമഡി കുഴപ്പമില്ല, അടിപ്പം പടം. ഈ പുള്ളിപ്പടം എന്തായാലും കൊടുത്ത പൈസ പടം സൂപ്പറാണ്. ബേസിൽ ജോസഫ് എല്ലാവരും നന്നായിട്ടുണ്ട്, ബജേട്ടനും നന്നായിട്ടുണ്ട്, എല്ലാവരും അടിപൊളിയാണ്. ത്രൂ ഔട്ട് കോമഡിയാണ്, അടിപൊളി. ജിത്തു ജോസഫിൻ്റെ പടം എന്ന് പറയുന്നത് മുന്നത്തെ പടങ്ങളുണ്ടല്ലോ, ആളുടെ മറ്റേ മൈ ബോസൊക്കെ പോലെ അതേപോലെ തന്നെ അടിപൊളി സെറ്റ്. ബേസിലൊരു രക്ഷയില്ല, മുട്ടുണ്ടാവും. പൊളി സൂപ്പർ. ജോസഫിന്റെ പടത്തിന് വ്യത്യസ്തമായ പടമാണ്. നല്ല പടമായിരുന്നു. സെക്കൻഡ് പാർട്ടായപ്പോഴാണ് നല്ലതായിരുന്നു. കോമഡി ചിരിച്ചു മരിച്ചെന്ന് പറയാനില്ല, നോർമൽ രീതിയിൽ പോകുന്നുണ്ട്. കുഴപ്പമില്ല. പടം കൊള്ളാം, കുഴപ്പമില്ല. സെക്കൻഡ് പാർട്ടാണ് എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത്. ഹിസ്റ്റോറി ടിസ്റ്റാണ്, അത്ര ഫുൾ കോമഡിയാണ്. ബേസിൽ കൊള്ളാം. ബേസിക്കലി ഐ ആം എ റിച്ച് മാൻ, ആ ഡയലോഗ് ഏറിക്കും കണ്ട അടിപൊളിയാണ്. ഷോ സം റെസ്പെക്ട്, അത് അടിപൊളി ഡയലോഗ്. നുണക്കുഴി പടം ഒരു കിടിലൻ കോമഡി എൻ്റർടൈനറാണ്. അത് ത്രൂ ഔട്ട് നമുക്ക് തിയേറ്ററിലിരുന്ന് ചിരിച്ച് രസിക്കാവുന്ന ഒരു പടം, അങ്ങനെ വേണം പറയാം. അത് അഭിനയിച്ച എല്ലാവരും, ബേസിലായാലും മനോജ് കെ ജയൻ, അതേപോലെ തന്നെ ബൈജു, ബിനു പപ്പു, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമായിട്ട് കോമഡി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെ പറയും, ഇപ്പോൾ ഏറ്റവും ഒരു ചിരിച്ച് മറിയാവുന്ന ഒരു പടം, അങ്ങനെ വേണം നുണക്കുഴിന്ന് പറയും. പിന്നെ ജിത്തു ജോസഫിൻ്റെ പടങ്ങളെല്ലാവരും ഒരു ക്രൈം ത്രില്ലർ ആ ഒരു ലെവലല്ല തന്നെ. ഇതിൽ ക്രൈമുണ്ട്, പക്ഷെ അതൊക്കെ ഒരു കോമഡി രീതിയിൽ അവസാനം കൊണ്ടുവന്ന് നിർത്തുന്നതും നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടി. നല്ല സ്റ്റോറിയാണ്. ജിത്തു ജോസഫിന്റെ പടത്തിൽ എങ്ങനെയാണ് പ്രതീക്ഷിക്കാനായിരുന്നോ? ജിത്തു ജോസഫിന്റെ ഈ പടം കാണുമ്പോൾ കോമഡിയാന്ന് പറഞ്ഞിട്ട് തന്നെ വന്നത്.